മാസപ്പടി കേസിൽ CMRL-ലുമായുള്ള സർക്കാർ ഒത്തുകളി. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ കേസെടുക്കാതെ പോലീസ്. ഇടപാടിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ED സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം CMRL-നെതിരെ ED അന്വേഷണം മുറുകുകയാണ്. കള്ളക്കണക്കുകളിലെ 103 കോടി രൂപയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്തുകൊണ്ടാണ് ഇവർ കേസെടുക്കാത്തത്? ഇവർ ആരെയാണ് ഈ തെളിവുകളെല്ലാം മുന്നിലുണ്ടാകുമ്പോഴും ED ഇത്രയധികം കുരുക്ക് മുറുക്കി നിൽക്കുമ്പോഴും ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ആരെയൊക്കെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? വീണ, സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെയാണ് 2 തവണയും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയത്. കാരണം വഞ്ചനാ കുറ്റം, ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളിലാണ് കേസെടുക്കേണ്ടത്. അത്തരത്തിലുള്ള കുറ്റങ്ങൾ തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ FIR-ന്റെ അടിസ്ഥാനത്തിൽ വേണം അന്വേഷണവുമായി തങ്ങൾക്ക് മുന്നോട്ട് പോകാനെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിൽ കേസെടുക്കാത്തത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എക്സാലോജിക്കിന് സംരക്ഷണം ഒരുക്കുക. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ നിയന്ത്രണത്തിലുള്ള ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്തുന്നത് തടയുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ ശക്തമായ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്താൽ ECIR രജിസ്റ്റർ ചെയ്ത് അവർ മുന്നോട്ട് പോകും. അത്തരമൊരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും വീണ വിജയൻ ഈ സാമ്പത്തിക ഇടപാടുകൾക്കെല്ലാം തന്നെ മറുപടി നൽകേണ്ടി വരും. വീണ വിജയൻ മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം ഈ സാമ്പത്തിക ഇടപാടുകളിൽ കണക്കുകൾ കൃത്യമായി കാണിക്കേണ്ടി വരും. എക്സാലോജിക്കും CMRL-ലും തമ്മിൽ നിരവധി സാമ്പത്തിക ഇടപാടുകൾ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. അതിൽ 1,72 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ഏറ്റവും ആദ്യം പുറത്തു വന്നത്. ROC അന്വേഷണത്തിൽ അടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ തുടക്കത്തിൽ ആ വിവരം പുറത്തു വന്നു. പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നു. പ്രധാനപ്പെട്ട തെളിവുകൾ പലതും കണ്ടെത്തി അവർ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. മാത്രമല്ല, ഈ 1,72 ലക്ഷം രൂപയ്ക്ക് അപ്പുറം 103 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത ഇടപാടുകൾ കൂടി CMRL നടന്നിട്ടുണ്ട്. ഈ പണം കൂടി എവിടെ എത്തി എന്ന സ്വാഭാവികമായും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ROC-യിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, അവരുടെ വസ്തുതാ വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ആ കണക്കുകൾ കൂടി അടിസ്ഥാനമാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതെ എക്സാലോജിക്കിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ വീണ വിജയനും അത്തരത്തിൽ ഒരു സംരക്ഷണം ഒരുക്കുകയാണ്. കാരണം ഈ 103 കോടി രൂപ എവിടേക്കെല്ലാം പോയി, ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷോൺ, ഇത് ED അടക്കം കത്ത് നൽകിയതിന് ശേഷവും അത് ആധികാരികമായി ഒരു ആവശ്യപ്പെടൽ ഉണ്ടായിട്ടും കേസെടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർക്ക് തന്നെ ഉറപ്പില്ലാത്ത സാഹചര്യം. താങ്കളടക്കം നൽകിയ തെളിവുകൾ ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയുമാണ്. പോലീസ് മേധാവികൾക്ക് മാത്രം, പോലീസിന് മാത്രം എന്തുകൊണ്ടാണ് ഇത് കാണാൻ കഴിയാത്തത്? EDക്ക് സ്വാഭാവികമായും ഷെയർ രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ബ്രീക്കി ഒഫൻസ് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഇത്തരത്തിലൊരു കത്ത് പോലീസിന് കൊടുത്തിട്ടുള്ളത്. അതിന്മേൽ നടപടി ഉണ്ടാകുമെന്ന് ED പ്രതീക്ഷിച്ചാണോ കൊടുത്തതെന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല. പക്ഷേ ഇതിന് എനിക്ക് ഇപ്പോ ഈ ഒരു ചാനലിൽ പറയാൻ കഴിയാത്ത ചില സാങ്കേതിക കാര്യങ്ങളുണ്ട്. ആ സാങ്കേതിക കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ കേസിൽ ഗുണകരമായി വരും. അവരേത് പോലീസ് കേസ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇല്ലാതെ തന്നെ ഈ കേസ് കൃത്യമായി തന്നെ അവര് എത്ര ഈ കാര്യത്തിൽ മൂടിവെക്കാൻ ശ്രമിച്ചാലും ഇതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് തന്നെയാണെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇവിടെ വിദേശ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അവിടെ മറ്റൊരു കമ്പനിയെ കാണിച്ച് ആ കമ്പനിയും ഇവരുമായി ബന്ധമില്ലെന്ന് മാത്രം സാധിക്കാല്ലാതെ ആ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് ഈ നിമിഷം വരെയും അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇത് വലിയ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാവരും ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിലുള്ള പോലീസിനോട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു FIR ഇടാൻ പറഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താകും നമുക്കറിയാം. സ്വാഭാവികമായിട്ട് ED പ്രൊസീജിയർ കംപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ അല്ലാതെ തന്നെ സെക്ഷൻ 447 അനുസരിച്ച് ചാർജ് കൊടുക്കാൻ SFIOക്ക് കഴിയും. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത്തരം കാര്യങ്ങളിൽ ഞാൻ കൂടുതലൊരു ചാനൽ ചർച്ചയിൽ ഞാൻ നിയമപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പോലീസ് എത്ര തടയാൻ ശ്രമിച്ചാലും ഇവിടെ നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. ഈ ചോദ്യം ചെയ്യലൊക്കെ ED മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഷോൺ. ഈ കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വരാത്ത രഹസ്യങ്ങളോ അല്ലെങ്കിൽ അക്കൗണ്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇത്രയും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്, ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചുള്ള ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ വരുന്നത് എന്നുള്ളതിനൊപ്പം തന്നെ ഇത്ര വലിയ തുകയുടെയും പലതരത്തിലുള്ള ഒരുപക്ഷെ വിദേശ ബന്ധങ്ങളിലേക്കും ഒക്കെ നീളുന്ന തരത്തിൽ
തെളിവുകൾ വരുമ്പോൾ അതിന് നേരെ കണ്ണടച്ചിരിക്കാൻ എത്ര നാൾ കഴിയുമെന്നാണ് കരുതുന്നത്? ഒരുപക്ഷെ ഇതിനെതിരെയും സമീപിക്കാൻ കഴിയില്ലേ കോടതികളെ? സ്വാഭാവികമായും ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ അന്വേഷണത്തിന്റെ ഒരു സ്പീഡിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അല്ലെങ്കിൽ ഇലക്ഷൻ കാലത്ത് നമുക്കറിയാം ഇവിടെ കെജ്രിവാളിന്റെ അറസ്റ്റ്, ആ അറസ്റ്റിനെ തുടർന്ന് ഇന്ത്യയിൽ ഒരു ഒട്ടാകെ നടത്തിയ ഒരു കുപ്രചരണം. യഥാർത്ഥത്തിൽ കെജ്രിവാളിനെതിരെ പരാതിക്കാര് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ ഉപനേതാവായിരുന്നു പരാതിക്കാരൻ. അത് പക്ഷേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പരാതിയിൽ തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യ മുന്നണി ഒരുമിച്ച് കൂടാനുള്ള ഒരു വേദിയാക്കി ഇത് മാറ്റുകയും പ്രതിഷേധ യോഗങ്ങൾ തന്നെ കോൺഗ്രസ് തന്നെ സംഘടിപ്പിക്കുകയും ചെയ്ത് മുൻകൈ എടുത്ത് നമുക്കതെല്ലാം അറിയാം. സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ എപ്പോഴും നീതി നിർവഹണം നടത്താൻ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരുടെ ഒരു സത്യസന്ധതയെ അല്ലെങ്കിൽ അവരുടെ നീതി നിർവഹണത്തെ ഇലക്ഷൻ സമയത്ത് ചോദ്യം ചെയ്യപ്പെടും. അതിനെ രാഷ്ട്രീയ പ്രേരിതമായി ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ സമയത്ത് ഈ അന്വേഷണത്തെ ഇലക്ഷൻ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഈ 9-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ തന്നെ മുമ്പോട്ട് പോകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, വളരെ നന്ദി ഷോൺ. താങ്കൾ സൂചിപ്പിച്ചിരുന്നു ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തുറന്നു പറയാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ. കാരണം കോടതിയിൽ താങ്കളെ സംബന്ധിച്ച് ഇതൊരു പരാതിക്കാരനാണ്, കോടതിയിൽ നിൽക്കുന്ന കേസ് കൂടിയാണ്. വളരെ നന്ദി ഷോൺ. ജിജീഷ്, ഇപ്പോൾ ഷോൺ സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ഒരു നാച്ചുറൽ ഡിലേ എന്ന രീതിയിൽ കൂടി ഇതിനെ കാണാമെങ്കിൽ കൂടി നമുക്കറിയാം തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇതിനൊരു ഡിലേ വന്നാൽ മാത്രമേ എന്തെങ്കിലും ആ തരത്തിൽ കൂടി നടക്കുന്നെങ്കിൽ നടന്നോട്ടെ എന്നുകൂടി കരുതിയിട്ടുണ്ടാവണം. ഏതായാലും ഇതിനകത്തുള്ളൊരു ഒത്തുകളി വളരെ വ്യക്തമായി വരികയാണ്. വീണ, തീർച്ചയായും ഇക്കാര്യത്തിൽ വലിയൊരു ഒത്തുകളിയുടെ വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആദ്യം മാർച്ച് 27-ന് ഇത് സംബന്ധിച്ചൊരു കത്ത് നൽകുന്നു. പിന്നീട് ഏപ്രിൽ 10-ാം തീയതി രണ്ടാമത്തെ കത്ത് നൽകുന്നു. ഈ 2 തവണ കത്ത് നൽകിയിട്ട് പോലും ഇക്കാര്യത്തിൽ യാതൊരു തുടർ നടപടികൾ അല്ലെങ്കിൽ ഇലക്ഷൻ നടപടികളുടെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു കത്ത് നൽകുന്നു. സ്വാഭാവികമായും അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി പോലീസിനോട് തെളിവുകൾ സഹിതം ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശിച്ചാൽ സ്വാഭാവികമായും അവരുടെ അന്വേഷണത്തിന് സഹായകരമായ രീതിയിൽ തുടർ നടപടികൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കേസെടുക്കാവുന്നത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ പോലീസ് മേധാവി പോലും ഇക്കാര്യത്തിൽ തുടർന്ന് ഏതെങ്കിലും നടപടികൾക്ക് നിർദ്ദേശിക്കുകയോ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നീങ്ങുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. കാരണം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എക്സോലോജിക്കിനെ സംരക്ഷിക്കാൻ ഈ സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നാൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ROC കണ്ടെത്തിയിട്ടുള്ള 103 കോടി രൂപ കണക്കിൽപ്പെടാത്ത അത് എങ്ങനെ ചെലവാക്കി എന്നത് സംബന്ധിച്ച് കണക്കുകളിൽ പറയുന്നത് 2012-2013 കാലഘട്ടത്തിൽ മുതൽ 2018 വരെയുള്ള സമയങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് അടക്കം ഇത്തരത്തിൽ പണം ചെലവാക്കി എന്നാണ് ഈ കണക്കുകളിൽ കാണിക്കുന്നത്. എന്നാൽ പ്രാഥമികമായ അവരുടെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയത് ഇത്രയധികം തുക ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റിവെക്കേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ പണമടക്കം പോയിരിക്കുന്ന വഴികൾ അത് ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കാകാം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്കാകാം, ഒപ്പം തന്നെ CMRL എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി വിവാദങ്ങളിൽ നിൽക്കുന്ന കമ്പനിയാണ്. അത്തരത്തിലുള്ള ഒരു കമ്പനിക്ക് വലിയ തോതിൽ ഈ പണം രാഷ്ട്രീയ നേതാക്കളിലേക്കും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരിലേക്കും എല്ലാം തന്നെ എത്തിച്ചുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് അനധികൃതമായി അത് മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഈ പണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നത് തന്നെയാണ് പ്രധാനമായും ROCയുടെ ഒരു സംശയമുള്ളത്. അക്കാര്യത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് SFIOയുടെ അന്വേഷണം വന്നതും SFIO അന്വേഷണം ഇപ്പോഴും തുടരുകയും എല്ലാം ചെയ്യുന്നത്. ഒപ്പം തന്നെയാണ് ഇതിലെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ അവർ ശേഖരിച്ച പ്രാഥമിക വിവരങ്ങളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് CMRLുമായി ബന്ധപ്പെട്ട് CMRLന്റെ മാനേജിംഗ് ഡയറക്ടറെ തന്നെ ചോദ്യം ചെയ്തു. ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തിയായിരുന്നു അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തത്. അസുഖബാധിതനാണ്, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല, ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ഘട്ടത്തിൽ അന്വേഷണം വൈകുമെന്ന സ്ഥിതി വന്നപ്പോഴായിരുന്നു അന്വേഷണ സംഘം നേരിട്ട് MDയുടെ വീട്ടിലെത്തി തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചത്. ഒപ്പം തന്നെ CMRLന്റെ നിരവധി ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു. എന്നാൽ ഒരു കാര്യത്തിൽ ഇവർക്കാർക്കും തന്നെ വ്യക്തതയില്ല. ഈ പണം എങ്ങനെ ചെലവഴിച്ചു എന്നത് സംബന്ധിച്ച് മറുപടി നൽകാൻ മാനേജിംഗ് ഡയറക്ടർക്കോ ഉദ്യോഗസ്ഥർക്കോ ഫിനാൻസ് വിഭാഗം കൈകാര്യം
കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയെല്ലാം പണം വിനിയോഗിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച് മാത്രമല്ല, ഈ എക്സലോജിക്കിന് ലഭിച്ച CMRലുമായി ബന്ധപ്പെട്ട എംപവർ ഇന്ത്യ നൽകിയ 78 ലക്ഷം രൂപയുടെ തിരിച്ചടക്കാത്ത വായ്പയുമായി ബന്ധപ്പെട്ടും യാതൊരു മറുപടിയും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എംപവർ ഇന്ത്യ ഈ പണം എഴുതി തള്ളി, എന്തുകൊണ്ട് അത് തിരിച്ചടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ വീണ വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള പണമിടപാടും നടന്നിട്ടുള്ളത്. അങ്ങനെ നിരവധി സാമ്പത്തിക ഇടപാടുകൾ, 135 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത വിവരങ്ങൾ, ഒപ്പം തന്നെ ROC വ്യക്തമാക്കിയിട്ടുള്ള 103 കോടി രൂപയുടെ അത്തരത്തിലുള്ള കണക്കുകൾ, ഒപ്പം തന്നെയാണ് 78 ലക്ഷം രൂപ തിരിച്ചടക്കാത്ത പണം, 1,72 ലക്ഷം രൂപ യാതൊരു സേവനവും നൽകാതെ IT സേവനത്തിന്റെ പേരിൽ തങ്ങൾ IT സേവനങ്ങൾ ഒന്നും തന്നെ കൈപ്പറ്റിയിട്ടില്ല എന്നൊരു മറുപടിയാണ് CMRLന്റെ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ ഉടനീളം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ യാതൊരു സേവനവും നൽകിയില്ല, പകരം അതൊരു നിശ്ചിത കാലത്തേക്കുള്ള ടേം ആയിരുന്നു, അത് പരസ്പര കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്, അങ്ങനെയാണ് ഈ പണമിടപാട് നടന്നത് എന്ന് മാത്രമുള്ള മറുപടിയാണ് അവർക്ക് നൽകാനും കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നൽകാത്ത സേവനത്തിന്റെ പേരിൽ എക്സലോജിക്കിന് കൃത്യമായി പണം സമയാസമയങ്ങളിൽ നൽകി വരുന്നു. അതിലൊരു വിഹിതം വീണ വിജയന് തന്നെ നൽകുന്നു, ഒരു വിഹിതം കമ്പനിക്ക് നൽകുന്നു. അങ്ങനെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മാസപ്പടി ആരോപണങ്ങളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് പോലീസ് ഇക്കാര്യത്തിൽ എങ്ങനെയെല്ലാം തടയിടാൻ കഴിയും, അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോലീസിനെ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി മാറുന്ന രീതിയിൽ കേസെടുക്കാൻ തയ്യാറാകാതിരിക്കുന്നത്. EDയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് എടുക്കണമെങ്കിൽ, ECIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിരിക്കണം. പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു FIRന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇത്തരം കേസുകളിൽ എല്ലാം തന്നെ, കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട, സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം തന്നെ മുന്നോട്ട് പോകാൻ കഴിയുക. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു തടസ്സം മുന്നിട്ട് നിൽക്കുന്നത്.